അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ 2026 ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. അതുമാത്രമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും മറക്കണ്ട കമൻറ്റിലൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2026 ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഹാജിമാർക്ക് വേണ്ടി സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ചില നിർണായക വിവരങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ചില ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള ഹാജിമാർക്ക് ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾ. രണ്ടാമതായി കരൾ രോഗമുള്ളവർ, അതായത് സിറോസിസ് പോലുള്ള സീരിയസ് അസുഖമുള്ളവർ, അതായത് കരളൊക്കെ ചുരുങ്ങിപ്പോയി അത് ഫങ്ഷൻ ചെയ്യാത്തവർ. അതുപോലെ ലങ് ഡിസീസ് ഉള്ളവർ, ശ്വാസകോശത്തിന് അസുഖമുള്ളവർ, ശ്വാസകോശമൊക്കെ ചുരുങ്ങി ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, അതായത് ഇടയ്ക്കിടെ ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ നിരന്തരം ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമുള്ളവർ, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നവർ, ഇങ്ങനെയുള്ളവർക്കും ഹജ്ജിന് പോകാൻ പറ്റുന്നതല്ല. ഗുരുതരമായ രീതിയിൽ ഹൃദ്രോഗം ബാധിച്ചവർ, അവർക്കും എന്തായാലും പോകാൻ പറ്റലുണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള രോഗികൾക്ക് ഈ കഠിനമായ ചൂടും അതുപോലെ തന്നെ കഠിനമായ അധ്വാനവും നീണ്ട നടത്തവും ഒന്നും അവരെ കൊണ്ട് പറ്റലുണ്ടാവില്ല. അവർ സീരിയസ് ആവാനും അവരുടെ ഹാർട്ട് ഫെയിൽ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് അനങ്ങുമ്പോൾ പോലും ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഹൃദ്രോഗികളുണ്ട്. അവർക്കൊന്നും ഇപ്രാവശ്യം പോകാൻ പറ്റലുണ്ടാവില്ല. പിന്നെ മാനസിക രോഗമുള്ളവർ, അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി, പാനിക്, പേടി, ബേജാറ്, ചിന്ത, കരച്ചിൽ, ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള മാനസിക രോഗികൾക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റലുണ്ടാവില്ല. ബ്രെയിൻ സംബന്ധമായ രോഗമുള്ളവർ, ഡിമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങൾ, അതുപോലെ അപസ്മാരം ഇളകുന്ന രോഗികൾ, ഇവർക്കും പോകാൻ പറ്റില്ല എന്നാണ് സൗദി മന്ത്രാലയം അറിയിക്കുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഫീവർ, പനി ബാധിച്ചവർ, അതുപോലെ തന്നെ ഹെമറേജിക് ഫീവർ, ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഫീവറാണ്. ഇങ്ങനെയുള്ളവർക്കും പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സൗദി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പോകൽ പതിവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറുടെ പേരിൽ പോലും നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് സൗദി അറേബ്യയിലെത്തി അവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുരുതര രോഗമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് അയക്കുന്നതായിരിക്കും. അതിൻ്റെ ചെലവ് മുഴുവനും ഹാജി തന്നെ വഹിക്കേണ്ടതായി വരും. അപ്പോൾ ഇതൊക്കെയാണ് ചില നിർണായകമായ വിവരങ്ങൾ. ഇനി അടുത്തതായി വാക്സിൻ്റെ. എന്തൊക്കെ വാക്സിൻ മാൻഡേറ്ററി ആണ്, അതായത് നിർബന്ധമായി എടുത്തിരിക്കേണ്ടതാണ്? പോളിയോ വാക്സിൻ, മെനിങ്കോകോക്കൽ വാക്സിൻ, അതുപോലെ തന്നെ കോവിഡിൻ്റെ 2 ഡോസും എടുത്തിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. ഇനി ഒരു 3 മാസക്കാലം ഹജ്ജിനുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഹൃദ്രോഗിയാണ്, ഹൃദ്രോഗം, വൃക്കരോഗം, കരൾ രോഗം, അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ, ബ്രെയിനിൻ്റെ, വൈറ്റൽ ഓർഗൻസിൻ്റെ അസുഖം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റേബിളാവാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഇനി അതുപോലെ തന്നെ അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിതശൈലി ഉൾക്കൊള്ളുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിഷാദ രോഗമോ എന്തെങ്കിലും മാനസിക രോഗം വന്ന ഒരാളാണ് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ഒരു പുണ്യകർമ്മത്തിനുള്ള ഒരുക്കത്തിന് വേണ്ടി നിങ്ങൾ മാനസികമായി നല്ല സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ മാനസികമായി സ്ട്രോങ് അല്ല, പെട്ടെന്ന് പാനിക്കാവും, പെട്ടെന്ന് ബേജാറാവും, വിപ്പിരുത്തി തുടങ്ങും. ചിലപ്പോൾ നിങ്ങളുടെ ആരാധനാകർമ്മങ്ങളിൽ പോലും നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാതാവും, അല്ലെങ്കിൽ ആരാധനാകർമ്മം ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, അതായത് മെൻ്റലി വീക്കായ ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണുകയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ തെറപ്പിയോ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുമാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ചിലർക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ മറച്ചു വെക്കരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക, അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. അവർ നിർദ്ദേശിക്കുന്ന മരുന്നും അതുപോലെ തന്നെ അവർ പറയുന്ന ജീവിതശൈലിയും ബാക്കി കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഇതിനൊന്നും ഒരു ഷോർട്ട് കട്ടില്ല. മാനസികമായി ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ ശാരീരികമായി നമ്മൾ ഒരുങ്ങേണ്ടതാണ്. ഇപ്പോഴത്തന്നെ നടന്നു തുടങ്ങണം.
ഇപ്പം തന്നെ നടന്ന് നമ്മൾ ശീലിക്കണം. ഇനി നിങ്ങൾക്ക് മുട്ടുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓർത്തോപെഡീഷ്യനെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റും എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഇതൊക്കെ കഴിക്കുകയും പോഷകാഹാരങ്ങൾ കഴിക്കുകയും കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഹജ്ജ് ഉംറ വേളകളിൽ അഭിമുഖീകരിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു സീരീസ് തന്നെ തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും സംശയങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ, അതായത് പബ്ലിക്കായിട്ട് വന്ന് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.